എന്റേതു മാത്രം. രചന ആമിന. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ. ഏട്ടന്റെ വായിന്ന് ഇങ്ങനെയുള്ള വരുവല്ലേ, അവിടെ കിടക്ക്, കുറച്ച് വേദനിക്കട്ടെ. ലച്ചു ദേഷ്യപ്പെട്ട് പറഞ്ഞുകൊണ്ട് മാറിപ്പോയിരുന്നു. അത് കണ്ടത് അവൻ ദയനീയമായി അവളെ നോക്കി, പിന്നീട് കാലിലേക്കും. പറഞ്ഞ ദേഷ്യത്തിൽ അവൾ അവന്റെ കാല് പൊക്കിയെന്ന് ബെഡിലേക്ക് ഇട്ടു. അതിന്റെ വിളിയാണ് അവൻ വിളിച്ചത്. ലച്ചു സോറി, ഞാൻ അറിയാതെ പറഞ്ഞ. നിന്നോട് ചോദിക്കുമ്പോൾ നിന്റെ മറുപടി ഇങ്ങനെ ആയതുകൊണ്ടല്ലേ ഞാൻ. എനിക്കൊന്നും കേൾക്കണ്ട, എല്ലാവരെയും വേദനിപ്പിച്ചിട്ടേ ഉള്ളൂ ഞാൻ. എന്നിരുത്തി ഇങ്ങനെയുള്ള വർത്താനം കേട്ടിക്കാൻ എനിക്കാവില്ല. ഏട്ടന് നല്ലതിന് വേണ്ടി ഞാൻ പറയുന്നത്. എന്നെ ആരും സ്നേഹിക്കേണ്ട. സ്നേഹിച്ചവർക്ക് മുഴുവൻ വേദനയും നഷ്ടം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് ആരുടെയും സ്നേഹം വേണ്ട, എന്നെ ആരും സ്നേഹിക്കുകയും വേണ്ട. ഇപ്പൊ നൽകുന്ന പരിഗണനയും സ്നേഹം തന്നെ ധാരാളം. പ്ലീസ്, ഇനി എന്നോട് ഇതിനെപ്പറ്റി ചോദിക്കരുത്. ആൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയതു. പെട്ടെന്ന് അമ്മയെ ആരെയും കണ്ടെന്ന് ഞെട്ടി. ആൾ കരയുന്നുണ്ട്. അവർ പരസ്പരം നോക്കി. കാര്യം ചോദിക്കും മുന്നേ അവൾ പെട്ടെന്ന് പുറത്തേക്ക് ഓടിയതും അമ്മയും ആരെയും കാര്യം അറിയാതെ അകത്തേക്ക് കയറി. ആനന്ദ് അവൾ പറഞ്ഞു കേട്ട് വേദനയോടെ അവൾ പോയ ഡോറിലേക്ക് നോക്കിയതും ഡോർ തുറക്കുന്നുണ്ട് അവളാണെന്ന പ്രതീക്ഷയിൽ നോക്കി. അമ്മയും ആരെയും കണ്ടതും അവനൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. എന്തു പറ്റിയേട്ടാ? ചേച്ചി നിനക്ക് കരഞ്ഞോണ്ട് പോയത് എന്ത് പറ്റിയേടാ? അവളെ ഇവിടെ നിർത്തിയെന്ന് കരുതി നീ ഇവിടെ ഇട്ട് അതിനെ വേദനിപ്പിക്കുകയാണോ? എന്താടാ കാര്യം? അമ്മ ചോദിച്ചു. അവനവരെ പരസ്പരം നോക്കിയിട്ട് അവൻ പറഞ്ഞ പോലെ പറഞ്ഞു. അത് കേട്ടത് അമ്മന്റെ ചെവിക്ക് പിടിച്ച് കിഴുക്കി. അയ്യോ അമ്മ, അമ്മ വയ്യ കിടക്കുന്ന എന്നെ കാണാൻ വന്നോ അതോ കൂടുതൽ അവസരമാക്കാൻ വന്നോ? അവൻ ചെവി തടവിക്കൊണ്ട് ചോദിച്ചു. ഇങ്ങനെ കിടന്നാലെന്താ, നിന്റെ വായിന്ന് വരുന്ന അങ്ങനെയൊന്നും അല്ലല്ലോ. പാവം, അതിന് നീ വിഷമിപ്പിച്ച് വിട്ടല്ലോടാ. ഈ അവസ്ഥയിൽ കിടക്കുമ്പോൾ നീ തന്നെ അങ്ങനെ പറയുന്ന കേൾക്കാൻ ആർക്കാടാവുന്നത്? എൻ്റെ അമ്മ മറ്റുള്ളവരെയും നോവിക്കാൻ പഠിച്ചു എത്ര പെട്ടെന്ന്. അയ്യോ അമ്മ, അങ്ങനെയൊന്നുമല്ല. ഞാൻ വെറുതെ ഒരു തമാശക്ക് പറഞ്ഞ അവളോട്. അവൾക്കത് ഇത്രയും ഫീൽ ആവുന്ന ഞാൻ കരുതിയില്ല. ഞാനിനി ഒന്നും മിണ്ടില്ല അമ്മയുടെ മോളോട്. പോരെ? എന്നാലും വേണ്ടായിരുന്നു ഏട്ടാ, പാവം. ഞാൻ നോക്കിയിട്ട് വരാൻ ചേച്ചിയെ. ആര്യ അത് പറഞ്ഞിറങ്ങിയതും അമ്മ അവനടുത്തായിരുന്ന ഓരോന്ന് തിരക്കാൻ തുടങ്ങി. ആര്യ അവളെയും തിരക്കി പോയതും അവസാനം ഒഴിഞ്ഞൊരു ഭാഗത്തേക്ക് മാറി എന്തൊക്കെയോ ആലോചിച്ച് നിൽക്കുന്നവളെ കണ്ട് അവൾ ചിരിച്ചുകൊണ്ട് അടുത്തേക്ക് ചെന്നു. ഹലോ ചേച്ചി കുട്ടി, എന്തു പറ്റി ഇത്രയും വിഷമം? ആര്യയുടെ സൗണ്ട് കേട്ടതിൽ വെച്ച് പെട്ടെന്ന് കണ്ണുടച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കി. നിന്റെ ഏട്ടന് കുറച്ച് കൂടുന്നുണ്ട്. വെറുതെ ആവശ്യമില്ലാത്തേ നിന്റെ ഏട്ടൻ പറയുള്ളൂ. ഓഹോ, അപ്പൊ പറഞ്ഞ അത്രയ്ക്ക് കൊണ്ടോ ചേച്ചിക്ക്? ആര്യ ചോദിച്ചാൽ ലച്ചവളെ തുറിച്ചു നോക്കി. ഏട്ടന് തമാശ പറഞ്ഞ അതിനിങ്ങനെ കണ്ണിറക്കുന്നത് ശരിയാണോ? എൻ്റെ ഏട്ടന് ചേച്ചി ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് ചേച്ചിയുടെ മനസ്സറിയാൻ ചോദിക്കുന്നല്ലേ. പാവൻ്റെ ഏട്ടൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ചേച്ചിയുടെ സ്നേഹത്തിന് വേണ്ടി. സ്നേഹിച്ചോട്ടെ ചേച്ചി എൻ്റെ ഏട്ടനെ, പൊന്നുപോലെ നോയിക്കോളും. വേണ്ട ആര്യ, ഒരിക്കലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എത്രയും വേഗം ഏട്ടന് സുഖമാണെന്ന് എനിക്ക് ആഗ്രഹമുള്ളൂ. അത് കഴിയുമ്പോൾ ഞങ്ങൾ വിട്ടിട്ട് ഓടിപ്പോവാനാണോ? എന്നാൽ ഇപ്പോഴേ പറഞ്ഞേക്കാം, ആൻസി ചേച്ചി ചേച്ചി കൈയൊഴിഞ്ഞു. ആര്യ പറഞ്ഞു. ലച്ചു സംശയത്തോടെ അവളെ നോക്കി. ഇനി അവിടെ കയറ്റില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടാ. ഇത്രയും നാൾ ഞങ്ങളുടെ കൂടെയല്ലേ നിന്ന്. ഇപ്പം ഏട്ടൻ നിനക്ക് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായതുകൊണ്ട് ചേച്ചി അവിടെ നിർത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഏട്ടനെ വീട്ടിലേക്ക് മാറ്റുമ്പോൾ ചേച്ചി ഉണ്ടാവും ഞങ്ങളുടെ കൂടെ. അതിൽ ഇനി ഒരു മാറ്റവും ഇല്ല. ചേച്ചിയുടെ അഭിപ്രായം വേണ്ട. ആര്യ പറഞ്ഞു. ലച്ചു നല്ലപോലെ ഞെട്ടി. ഏയ്, അത് ശരിയാവില്ല മോളെ. എന്തുകൊണ്ട് ശരിയാവില്ലെന്ന്? പ്രിയക്ക് വേണ്ടി അവിടെ നിന്ന് പോയതില്ലേ ചേച്ചി? എന്നിട്ടിപ്പോൾ എന്തായി? അവളുടെ സ്വഭാവം കണ്ടില്ലേ? ഏട്ടനെ സ്നേഹിക്കാൻ അവൾക്ക് ആവില്ല. അവളെ കൊണ്ട് ഒന്നിനും കഴിയില്ല. അവിടെ അമ്മ പറയുന്ന കേട്ട് ഞങ്ങളിൽ നിന്ന് ഏട്ടനെ അകറ്റാൻ അവൾക്ക് അറിയൂ. ഏയ്, പ്രിയയുടെ കാര്യം ഞാനിപ്പോൾ ആലോചിക്കുന്നില്ല. അവൾക്ക് ഇത്രയുള്ള ഏട്ടനെ സ്നേഹിക്കാമെന്ന് ഞാൻ അറിഞ്ഞില്ല. അതുകൊണ്ടാണ് അവളുടെ വിഷമം കണ്ട് ഞാൻ കൂടെ നിന്ന്. പക്ഷെ അതുകൊണ്ടല്ല മോളെ, ഞാൻ അവിടേക്ക് വന്നാൽ ശരിയാവില്ല. എന്തുകൊണ്ട് ശരിയാവില്ല? പ്രിയ അവിടെ അമ്മയുടെ കൂടെ പോയി. കാവ്യ മാത്രമേ നമുക്കൊപ്പുള്ളൂ. അതുകൊണ്ടല്ല. ഇനി ഇതുപോലെ ഏട്ടനെ നേർക്ക് ഉണ്ടായിരുന്ന പേടിയാണോ? അത് ഈടെ ലച്ചു വിഷമത്തോടെ തലവിളിക്കി. അങ്ങനെയാണെങ്കിൽ അതോർത്ത് പേടിക്കണ്ട. എൻ്റെ ഏട്ടന് ഒന്നും ഉണ്ടാവില്ല. ഏട്ടന് ആരൊന്നും ചെയ്യുകയില്ല. പിന്നെ അയാളെ പൂട്ടാനുള്ള പ്ലാനൊക്കെ എൻ്റെ ഏട്ടൻ്റെ കയ്യിലുണ്ട്. പക്ഷെ അതിനുമുമ്പ് ചേച്ചിയുടെ സുരക്ഷ നോക്കിയാൽ ഏട്ടനെന്ന് ചെയ്യും. അതുകൊണ്ട് ചേച്ചി ഞങ്ങളുടെ കൂടെ വരണം. ഇനി ഇതിൽ മാറ്റമില്ല. വന്നില്ലേ പിന്നെ ഒരിക്കലും ഞാൻ മിണ്ടില്ല. ആര്യ പറഞ്ഞു. ലച്ചു സമ്മതിച്ചുകൊണ്ട് തലയാട്ടി. അത് കണ്ടത് അവൾക്ക് സന്തോഷമായി. ആര്യ ലച്ചുവിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചും അവളും തിരിച്ച് സ്നേഹത്തോടെ ആര്യയെ ചേർത്ത് പിടിച്ചു. ചേച്ചി, ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. എൻ്റെ ഏട്ടൻ്റെ ഭാര്യയായിട്ട് വന്നോട്ടെ ചേച്ചിക്ക്. ഞങ്ങൾക്കും ചേച്ചിയുടെ അച്ഛനും അമ്മയ്ക്കും അതാവും സന്തോഷം. ചേച്ചിക്ക് എന്നെ ഇഷ്ടമല്ലേ? എൻ്റെ ഏട്ടനെ ഇഷ്ടമല്ലേ? ഞങ്ങളൊക്കെ ഇഷ്ടമല്ലേ? ഏട്ടനെ ആ സ്നേഹം ചേച്ചിയുടെ സ്ഥാനത്ത് നിന്ന് മനസ്സിലാക്കി നോക്കി. ഏട്ടനാണ് ചേച്ചിയുടെ സ്നേഹം വേണ്ടെന്ന് വെക്കുന്നെങ്കിൽ ചേച്ചിക്ക് സഹിക്കാനാവൂ? ഏട്ടൻ്റെ മനസ്സിൽ ചേച്ചിക്കുള്ള സ്ഥാനം എത്ര വലുതാണെന്ന് അറിയാം ചേച്ചിക്ക്. വേദനിപ്പിക്കരുത് ചേച്ചി. എൻ്റെ ഏട്ടൻ്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യും. എനിക്ക് നിങ്ങളെ ഒന്നിച്ച് കാണാനാണ് ഇഷ്ടം. ഏട്ടന് വേണ്ടി ഇത്രയെങ്കിലും പറയണമെന്ന് തോന്നി. ഇനി ചേച്ചിക്ക് തീരുമാനിക്കാം. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ചേച്ചിയെ കൊണ്ട് ഇഷ്ടമാണെന്ന് പറയിപ്പിക്കുന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആശയില്ല എൻ്റെ ഏട്ടൻ. അതിന് ഞാൻ മനഃപൂർവ്വം ചേച്ചിയെ കുറ്റപ്പെടുത്തിയത്. ഏട്ടനെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചു. തനിക്ക് ചേച്ചി ഇവിടെ നിർത്തിച്ചൊക്കെ എൻ്റെ ഏട്ടന് വേണ്ടിയാ. ഈ ഒരു കാരണം കൊണ്ട് വേണ്ടെന്ന് വെക്കരുത്. നിങ്ങൾ ഒന്നിച്ച് കാണാനാ. അച്ഛനും അമ്മയ്ക്കും ഞാൻ പറഞ്ഞ സമ്മതിച്ച് അങ്ങനെ പറഞ്ഞൊക്കെ. സോറി ചേച്ചി, ഇതൊക്കെ ഞാൻ പറഞ്ഞൊന്നും ഏട്ടനെ അറിയരുത്. ഏട്ടൻ വലിയ പ്രതീക്ഷയില്ല. നിരുത്സാഹപ്പെടുത്തരുത് പ്ലീസ്. ആര്യ ലച്ചുവിനോട് പറഞ്ഞു. ലച്ചു അവളെ നോക്കിയാൽ ചിരിച്ചു. നിന്നെ പോലെ ഒരു അനിയത്തിയെ കിട്ടിയ ഏട്ടനും ആ ഏട്ടനെ കിട്ടിയ നീയും, നിങ്ങൾക്ക് ജന്മം തന്ന അച്ഛനും അമ്മയും ഭാഗ്യമുള്ളവരാ. ഒരപരിചിതയായിട്ടാണെങ്കിലും അവിടേക്ക് വരാൻ പറ്റിയതിൻ്റെ ഭാഗ്യം. നിന്റെ ഏട്ടനെ ഞാൻ നിരുത്സാഹപ്പെടുത്തില്ല. എനിക്ക് സന്തോഷം നൽകിയ നിങ്ങളുടെ ആരുടെയും സന്തോഷം ഞാൻ കാരണം ഇല്ലാതാവരുത്. പക്ഷേ എനിക്ക് കുറച്ച് സമയം വേണം മോളെ. ചേച്ചി എത്ര വേണമെങ്കിലും സമയം എടുത്തോ. പക്ഷേ ഏട്ടന് കൊടുക്കുന്ന മറുപടി വെറുതെ ആവരുത്. ഞാൻ പറഞ്ഞുകൊണ്ട് മാത്രം ആവുകയും ചെയ്യരുത്.
എൻ്റെ ഏട്ടനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചുകൊണ്ടാണോ ചേച്ചി മറുപടി എടുക്കാൻ? ഇല്ലേ വീണ്ടും ഏട്ടന് വിഷമാവും. ആരെയും സ്നേഹം നടിച്ച് വഞ്ചിക്കാനോ പറ്റിക്കാനോ എനിക്കാവില്ല. ലച്ചു പറഞ്ഞു. ആര്യ സന്തോഷത്തോടെ കേട്ട് ചിരിച്ചു. ഇത് മാത്രം മതി, എൻ്റെ ഏട്ടനെ സ്നേഹിക്കാൻ ചേച്ചി കഴിയും. അതിനവളൊന്നും ചിരിച്ചു. ആര്യയും ലച്ചുവും തിരിച്ച് റൂമിലേക്ക് വന്നു. അമ്മ ലച്ചുവിനെ കണ്ട് അവിടെ അടുത്തേക്ക് ചെന്നു. ഇവൻ ഓരോന്നൊക്കെ പറയും, ഓളത് കാര്യാക്കണ്ട. അമ്മ പറഞ്ഞു. ലച്ചു ആനന്ദിനെ നോക്കിയതും അവൻ അവളെ നോക്കാതെ വേറെങ്ങോ നോക്കി കിടക്കുകയാണ്. ആദ്യം കൂടി കണ്ടിട്ട് ഞങ്ങൾ ഇറങ്ങും മോളെ, എന്നാ പിന്നെ ഇറങ്ങട്ടെ. അമ്മ അവനോട് പറഞ്ഞിറങ്ങിയതും ആര്യ ലച്ചുവിനെ കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞിറങ്ങി. ഇവൾക്കെന്താ ഇതുപോലെ എന്നെ സ്നേഹിച്ച? നിന്നെ സ്നേഹിക്കണമെന്ന് പറഞ്ഞല്ലേ നീ, കാണിച്ചു തരാം ഈ ആനന്ദ് ആരാണെന്ന്. അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവളെ മൈൻഡ് ചെയ്യാതെ കിടന്നു. ഫ്രൂട്ട്സ് അവളവനെ നേർക്ക് നീട്ടിയതും അവനെ ശ്രദ്ധിക്കാതെ നിന്നു. അമ്മ കൊണ്ടുവന്നാ വേണമെങ്കിൽ കഴിക്കേ. വേണ്ട, എന്നെ കഴിപ്പിക്കാൻ ആരും വരണ്ട, അവിടെ വെച്ചേക്ക്, എനിക്ക് തോന്നുമ്പോൾ ഞാൻ കഴിച്ചോളാം. അവൻ പറഞ്ഞിട്ട് വിഷമായെങ്കിലും അത് പുറത്ത് കാണിക്കാൻ അവിടെ വെച്ച് അവൾ മാറിയിരുന്നു. ലച്ചു പെട്ടെന്ന് പുറത്തേക്ക് വന്നു കണ്ടതും ആനന്ദ് തലവൊക്കെ അവളെ നോക്കി. ഇറങ്ങിപ്പോയതാണോ? പണി വാളിയാവോ? ആര്യയുടെ കൂടെ കൂടി കുറെ സ്വഭാവം പഠിച്ചിട്ടുണ്ട് ഇവള്, ഇങ്ങനെ വിട്ടാ പറ്റില്ല. എനിക്ക് പുറകെ വരാൻ കഴിയാത്തോണ്ട് മനഃപൂർവ്വം പോയതാ. വരട്ടെ, ഞാൻ കാണിച്ചു തരാം. അവൻ സ്വയം പറഞ്ഞുകൊണ്ട് അവൾ വരുന്ന കാത്തു കിടന്നു. ഏട്ടനും അനിയത്തിയും കൂടി പ്ലാൻ ചെയ്തല്ലേ, ഞാൻ കാണിച്ചു തരാം. റൂമിലേക്ക് തലയിട്ട് അവന്റെ മുഖഭാഗം കണ്ട് ചിരിച്ചുകൊണ്ട് അവൾ നേരെ ആദിയുടെ അടുത്തേക്ക് വിട്ടു. ആദിയേട്ടാ. ഡ്യൂട്ടി കഴിഞ്ഞ് റൂമിൽ നിന്ന് കാവ്യയോട് സംസാരിക്കുന്ന ആദി അപ്പോഴാണ് ലച്ചയോടേക്ക് ചെന്ന്. ആ ലച്ചുവോ, വായിരിക്കെ, ഒരു മിനിറ്റ്. അവളോട് അതും പറഞ്ഞ് അവൻ കാവ്യയോട് കാര്യം പറഞ്ഞ് ഫോൺ വെച്ചു. ലച്ചു ചിരിച്ചുകൊണ്ട് അവിടെ കണ്ട ചെയറിലിരുന്നു. അവനൊറ്റക്കല്ലേ റൂമില്? ആ അതെ ഏട്ടാ. ഞാൻ തന്നോട് വരാൻ പറഞ്ഞ്. എനിക്കറിയാം എന്തിനാണെന്ന്. ലച്ചു പറഞ്ഞു. ആദ്യം അവളെ ചിരിച്ചുകൊണ്ട് സംശയത്തോടെ നോക്കി. വലിയേട്ടന് വേണ്ടി അനിയത്തി കുറച്ച് മുന്നേ വന്ന് ക്ലാസ് എടുത്ത് പോയി, അതിന്റെ ബാക്കി എവിടെയെന്ന് എനിക്കറിയാം. ലച്ചു പറഞ്ഞു. അത് കേട്ട് ആദ്യം ചിരിച്ചു. താൻ പറഞ്ഞ തന്നെയാ കാര്യം, വീണ്ടും ഒന്നേയും തുടങ്ങേണ്ട ആവശ്യമില്ലെന്നർത്ഥം. അതിനവളൊന്ന് ചിരിച്ചു. ഒരാളെ ഇഷ്ടപ്പെടാതിരിക്കുന്നൊക്കെ അവരവരുടെ സ്വന്തം ഇഷ്ടമാണ്. സ്വന്തം ജീവിതം എങ്ങനെ ആർക്കൊപ്പം ഉണ്ടാണെന്ന് നമുക്ക് ചില കോൺസെപ്റ്റ് ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഞാനൊരിക്കലും തന്നെ കുറ്റപ്പെടുത്തില്ല. കാരണം ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത ഒരാൾ മറ്റൊരാൾക്കൊപ്പം ജീവിച്ച് ജീവിതം വേസ്റ്റ് ആക്കുന്നതിലും നല്ലത് അതിന് മുതിരാത്ത തന്നെയാണ്. ആദ്യം പറഞ്ഞു. ഒന്നും മനസ്സിലാവാൻ ലച്ചുവിനെ നോക്കി. ഏട്ടൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. പറയാം. തന്നെ നന്ദു രക്ഷിച്ചെന്ന് കരുതി തൻ്റെ ജീവിതം അവന് നൽകേണ്ട ആവശ്യമൊന്നുമില്ല. ഒരിക്കലും അതിന് പകരമായിട്ടുള്ള അവനത് ആഗ്രഹിക്കുന്നത് എനിക്കും അറിയാം. പ്രണയം ഇഷ്ടം എന്നൊക്കെ പറയുന്നത് ഒരു വട്ടം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ മാറ്റം വലിയ പാടാണ്. അത് തനിക്കറിയാവുന്നതാണല്ലോ. അവൻ തന്നെ സ്നേഹിച്ചു പോയി. എന്നാലും തനിക്ക് അങ്ങനെ ഒരു ഫീലിങ്സ് ഉണ്ടാവണമെന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, തനിക്ക് താല്പര്യമില്ലെങ്കിൽ അവനെ സ്നേഹിക്കേണ്ട, തനിക്ക് ഇഷ്ടമുള്ളത് തീരുമാനിക്കാം. അതിൽ ഞാൻ തൻ്റെ ഭാഗത്താണ്. തനിക്ക് എന്നെ നന്ദുവിനെ തിരിച്ച് സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവനെ കൊണ്ട് പതിയെ വിവാഹം കഴിപ്പിക്കാൻ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. ആദ്യം പറഞ്ഞു. അതുവരെ അവൻ പറയുന്നത് മനസ്സിലാവായിരുന്ന ലച്ചു അത് കേട്ട് ഞെട്ടി. താനെന്ത് പറയുന്നു? കഴിയും അവൻ ഇഷ്ടപ്പെടാൻ? ആദ്യം ചോദിച്ച ലച്ചു എന്തുകൊണ്ടെന്നറിയാതിരുന്നു. ഇതിലും ഭേദം അവിടെ തന്നെ നിൽക്കുന്നതായിരുന്നു. ലച്ചു സ്വയം പറഞ്ഞുകൊണ്ട് ആദ്യം നോക്കി. ആദ്യേട്ടാ, ഞാനിപ്പോൾ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. പ്രിയ വിവാഹം കഴിക്കാൻ ഏട്ടന് സമ്മതമല്ലല്ലോ, അതൊരിക്കലും സമ്മതാവില്ലെന്ന് ഏട്ടൻ പറഞ്ഞല്ലേ. ആദ്യേട്ടൻ അതറിയാവുന്നല്ലേ. ഈ പറയും തനിക്കും അറിയാലോ. അവൻ അവളെയെന്നല്ല തന്നെയല്ലാതെ ആരെയും വിവാഹം ചെയ്യില്ല. പ്രിയ ദേഷ്യം കൊണ്ട് വാശി കാണിച്ച് നേടിയെടുക്കാൻ നിൽക്കുന്നതാണെങ്കിൽ എൻ്റെ നന്ദു അതിൻ്റെ വേറെ വെർഷനാ. സ്നേഹം കൊണ്ട് ആഗ്രഹിച്ചവൻ നേടിയെടുക്കും. അവന് സ്നേഹം നിന്നോടാ. അത് കേട്ടത് അവളുടെ ചുണ്ടിൽ അറിയാതെ ഒരു പുഞ്ചിരി കളിഞ്ഞു. തനിക്ക് കഴിയില്ലെങ്കിൽ അവനപ്പോൾ ഇവിടെ നിന്ന് വെറുതെ താൻ കൂടി ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ലെന്നാ എൻ്റെ അഭിപ്രായം. എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ഏട്ടാ, ഞാൻ നോക്കിക്കോളാം. നോക്കുന്നുണ്ട് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഏയ് അത് സാരില്ല, എനിക്കറിയാം ഞങ്ങളൊക്കെ നിർബന്ധിച്ചില്ല താനിവിടെ നിൽക്കുന്നതെന്ന്. അവന് ഇഷ്ടമല്ലാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതല്ലേ. അപ്പോൾ ഇവിടെ അവനൊപ്പം നിൽക്കുന്ന എൻ്റെ മാനസികാവസ്ഥ എനിക്ക് ഊഹിക്കാം. നന്ദുവിനും തനിക്ക് വേണ്ടി ഒരു അവസരം ഉണ്ടാക്കി തന്ന പരസ്പരം മനസ്സിലാക്കാനും സ്നേഹിക്കാനും. അത് നടക്കില്ലെന്ന് ബോധ്യമായി. ഇനി പ്രിയ കൂടി ഒരു അവസരം കൊടുത്താണെന്ന് ഞാൻ ആലോചിക്കുന്നത്. ആദ്യം പറഞ്ഞു. ലച്ചു അത് കേട്ട് നല്ലോണം ഞെട്ടി. അവനോട് ഞാൻ പറഞ്ഞോളാം, തനിക്ക് എതിർപ്പൊന്നുമില്ലല്ലോ. അവരെ ഒന്നിപ്പിക്കാൻ കഴിയും, നമുക്ക് നോക്കാം. ആദ്യം പറഞ്ഞു. അവളുടെ ഉള്ളിൽ വല്ലാത്തൊരു വേദന തോന്നി, ഒപ്പം പ്രിയയോട് ഒരു കുഞ്ഞ് ദേഷ്യവും. എന്നാ പിന്നെ താൻ പൊക്കോ, ഇത് സംസാരിക്കാൻ വിളിച്ചാ. ഉടൻ തന്നെ പ്രിയോട് ഇങ്ങോട്ട് വരാൻ ഞാൻ പറയാം. ആദ്യം പറഞ്ഞു കേട്ട് മനസ്സോടെ തലയാട്ടിക്കൊണ്ട് ലച്ചു പുറത്തേക്ക് ഇറങ്ങി. അവളുടെ ഭാവം കണ്ട ആദ്യം ഊറി ചിരിച്ചു. തിരിച്ച് റൂമിലേക്ക് വന്നതും ലച്ചുവിന്റെ മുഖത്തെ തെളിച്ച കുറവ് കണ്ടതും ആനന്ദ് അവളെയും നോക്കി. നേരത്തെയുള്ള പിണക്കാവുന്ന കരുതി അവൻ മിണ്ടാതെ കിടന്നു. ലച്ചു ഇടയ്ക്കിടയ്ക്ക് അവനെ നോക്കുന്നുണ്ടെങ്കിലും അവളെ തേടി അവനെ നോട്ടം വരാത്ത കണ്ടപ്പോൾ ഒരു കുഞ്ഞ് കുശുമ്പ് അവളുടെ ഉള്ളിൽ തലവുക്കി. ദുഷ്ടൻ, നേരത്തെ വരെ ഓരോന്ന് പറഞ്ഞ് വായടക്കാതിരുന്നോ, ഇപ്പൊ കണ്ടില്ലേ? ലച്ചു പിറിവിറുക്കുന്ന കണ്ട് അവൻ അവൾ തലയിരിച്ച് നോക്കി. കണ്ണുറുക്കിയുള്ള അവന്റെ നോട്ടവും ചുവന്ന മൂക്കിൻ തുമ്പും നിർത്താതെ ഇറങ്ങുന്ന അവളുടെ ചുണ്ടും കണ്ടതും അവൻ അവളെ തന്നെ കണ്ണെടുക്കാതെ നോക്കി. പെട്ടെന്ന് അവളുടെ നോട്ടം അവനിലേക്ക് എത്തിയതും തന്നെയാണ് അവൻ നോക്കിയതെന്ന് മനസ്സിലായതും എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ ഓരോന്ന് ചെയ്യാൻ തുടങ്ങി. പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ അവനെ തുറിച്ചു നോക്കിക്കൊണ്ട് അവൾ നോട്ടം പിൻവലിച്ചു. അത് കണ്ടതും അവനൊന്നും മനസ്സിലാവാതെ വായും പൊളിച്ച് നോക്കി. ഇവൾക്ക് എന്താ എന്നോട് ഇത്രയും ദേഷ്യം? ഞാൻ അതിന് മാത്രമൊന്നും ചെയ്തില്ലല്ലോ. സ്വയം പറഞ്ഞുകൊണ്ട് അവൻ അവളെ നോക്കിയെങ്കിലും ലച്ചു അവനെ മൈൻഡ് ചെയ്യാതിരുന്നു. എന്നാൽ അവന്റെ നോട്ടം വീണ്ടും വീണ്ടും അവളുടെ മേൽ വന്ന് വീണുകൊണ്ടിരുന്നു. അതെ, എനിക്കൊന്ന് ബാത്റൂമിൽ പോണം, ഒന്ന് സഹായിക്കാമോ?
അവൻ ചോദിച്ചതും അവൾ അവന്റെ അടുത്തേക്ക് വന്ന് അവന് മുഖം കൊടുക്കാതെ അവനെ ബെഡിൽ നിന്ന് ഇറക്കി. അവൻ പെട്ടെന്ന് അവരുടെ തോളിലൂടെ കൈയിട്ട് പിടിച്ചതും ലച്ചു മുഖം ചിരിച്ചു. പിന്നെ അവന്റെ കയ്യിലേക്കൊന്ന് നോക്കി, അവനെയും ഒന്ന് നോക്കി. അവൻ ഭാഭേദമൊന്നുമില്ലാതെ പുരികമരുത്തി എന്താണെന്ന് ചോദിച്ചതും അവൾ ചുമല് പൊക്കി ഒന്നുമില്ലെന്ന് കാണിച്ചു. ലച്ചു അവനെ ബാത്റൂമിലേക്ക് ആക്കി. ഡോർ അടക്കണ്ട, ഞാൻ പുറത്തേക്കാം. അതിനാ, നിനക്ക് കാണാനാണോ? അവൻ ചോദിച്ചു. ലച്ചു അവനെ തുറച്ചു നോക്കി. കയ്യും കാലും പോയിരിക്കല്ലേ, വീണ കാര്യം ഒന്ന് പിടിക്കണ്ടേ, അതിനാ. ഞാൻ വീഴാൻ വേണ്ടി കാത്തിരിക്കുകയാണോ നീ? വായടച്ചു വെച്ചില്ലെങ്കിൽ നേരത്തെ ഓർമ്മയുണ്ടല്ലോ. അവൾ പറഞ്ഞു. നേരത്തെ കാല് പിടിച്ചിട്ട് തോർത്ത് അവൻ വായടച്ചു വെച്ചു. ഇല്ലേ പിടിച്ച് തള്ളിയിട്ടാലോ? ഇവൾക്ക് വന്നു വന്ന് മനസ്സാക്ഷി ഇല്ലാതായ ദൈവമേ, അവൻ സ്വയം ആലോചിച്ചു. കഴിഞ്ഞു, പോവാം. അവന്റെ സൗണ്ട് കേട്ടതും ലച്ചു അകത്തുനിന്ന് അവനെ പിടിച്ച് പുറത്തിറക്കിയതും അവൻ വീണ്ടും അവളുടെ തോളിലൂടെ കൈയിട്ട് കഴുത്തിൽ ഇക്കിളിട്ടുകൊണ്ട് തോളിൽ പിടിച്ചതും ലച്ചു ഞെട്ടിപ്പിടഞ്ഞുകൊണ്ട് അവനെ നോക്കി. പെട്ടെന്ന് അവനുള്ള പിടിവിട്ടതും അവൻ ബാലൻസ് ഇട്ട് ആ താഴേക്ക് വീണു. പോയ പിടിയിൽ അവൻ അവളുടെ കയ്യിൽ കയറി പിടിച്ചതും ലച്ചുവും കാലുതിനി അവന്റെ മേലേക്ക് വീണു. അമ്മേ! ആനന്ദ് വേദന കൊണ്ട് വിളിച്ചതും അവൾ എഴുന്നേൽക്കാൻ നോക്കിയെങ്കിലും ആവുന്നുണ്ടായിരുന്നില്ല. എന്റെ മുടി! ലച്ചു അതും പറഞ്ഞ് അവന്റെ ബട്ടൺസിൽ കുരുങ്ങിയിരിക്കുന്ന മുടിയിൽ പിടിച്ചു വലിച്ചതും ആനന്ദ് വേദനയ്ക്കിടയിൽ അവളെയും നോക്കി കിടന്നു. എപ്പോഴോ പരസ്പരം മിഴികൾ തമ്മിൽ കൊരുത്തതും ലച്ചു അവനെ ഇമവട്ടാ നോക്കി നിന്നു. ആ നിമിഷം അവൾ തന്റേത് മാത്രമായിരുന്നെങ്കിലെന്ന് അവന്റെ ഉള്ളവും കൊതിച്ചു. അവളുടെ ഉള്ള ഒരു നിമിഷം അവൻ ആഗ്രഹിച്ചു പോയിരുന്നു. ആഹ്! വേദനയോടെയുള്ള അവന്റെ സൗണ്ട് കേട്ടതും ലച്ചു അവന്റെ കണ്ണിൽ നിന്ന് നോട്ടം മാറ്റി. അവന്റെ മേലാണ് അവൾ കിടക്കുന്നത്, കൈ മടങ്ങിയിരിക്കുന്നുണ്ട്. അത് കണ്ടതും ലച്ചു പിടച്ചിലൂടെ മുടി വലിച്ച് പൊട്ടിച്ചുകൊണ്ട് അകന്നു മാറി. വേദന കൊണ്ട് അവന്റെ കണ്ണു നിറഞ്ഞിരുന്നു ആ നിമിഷം. സോറി ഏട്ടാ. അതും പറഞ്ഞ് അവൾ ശ്രദ്ധയോടെ അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ബെഡിലേക്ക് കൊണ്ട് കിടത്തി. ഒരുപാട് വേദനിച്ചോ? ഞാൻ അറിയാതെ കൈവിട്ടു പോയതാ, സോറി. കൂടെയുള്ളവർ കൈവിട്ടാ തീരുന്നേ ഉള്ളൂ മനുഷ്യരുടെ കാര്യം ഇപ്പൊ മനസ്സിലായില്ലേ? അവൻ പറഞ്ഞു. അവൾ വേദനയോടെ അവനെ നോക്കി. എന്റെ തെറ്റാ, സോറി. അവൻ അതും പറഞ്ഞ് വേദന കൊണ്ട് കണ്ണടച്ച് കിടന്നു. വല്ല ആവശ്യമുണ്ടായിരുന്നു എനിക്ക്, എന്റെ കൈ. ആനന്ദ് മനസ്സിൽ പറഞ്ഞുകൊണ്ട് കിടന്നു. അത് കണ്ടതും ഒന്നും പറയാനാവാതെ അവൾ അവനെ നോക്കി മാറിയിരുന്നു. കുറച്ചു മുമ്പ് കിടന്ന് അവളുടെ മനസ്സിലേക്ക് വന്നതും വല്ലാത്തൊരു പിടച്ചിൽ അവൾക്ക് തോന്നി. ഒപ്പം അവനെ നെഞ്ചിലേക്ക് വീണതോർത്ത് അറിയാതെ കുഞ്ഞു പുഞ്ചിരിയും. അവന്റെ കണ്ണുകൾ അവളെ അവനിലേക്ക് വലിച്ചടുപ്പിക്കുന്ന പോലെ തോന്നി അവൾക്ക്. എനിക്കിത് എന്താ സംഭവിച്ചേ? ഏട്ടന്റെ കണ്ണുകൾക്ക് എന്താ ഇത്ര പ്രത്യേകത? കണ്ണെടുക്കാനാവാത്ത പോലെ ഒരു കാന്തികത ആ കണ്ണുകൾക്കുള്ള പോലെ. ഹൃദയം വല്ലാതെ മേടിക്കുന്നല്ലോ. എന്തിനു വേണ്ടി? ഏട്ടന് വേദനിച്ചപ്പോ എന്റെ കണ്ണ് നിറഞ്ഞ എന്തിനാ? ലച്ചു ഓരോന്നും സ്വയം ചോദിച്ചു. ഏട്ടനാണ് ചേച്ചിയുടെ സ്നേഹം വേണ്ടെന്ന് വെക്കുന്നെങ്കിൽ ചേച്ചിക്ക് അത് സഹിക്കാനാവോ? ആര്യയുടെ വാക്കുകൾ മനസ്സിലേക്ക് വന്നു. ലച്ചു കണ്ണടച്ച് കിടക്കുന്ന ആനന്ദിനെ നോക്കി. എന്നെ ജീവനായി സ്നേഹിക്കുന്ന ഒരാളെയും ഞാൻ ആഗ്രഹിച്ചു. ചതിയോ വഞ്ചനയോ ഇല്ലാത്ത, ഉപാധികളില്ലാത്ത സ്നേഹമായിരുന്നില്ല എനിക്ക് വേണ്ടത്. വേദന എന്തെന്ന് അറിഞ്ഞല്ലേ താൻ? ആ പത്രിക ഏട്ടനിപ്പം ഞാൻ കാരണം വേദനിക്കുന്നുണ്ട്. ചിന്തിച്ച ഹൃദയം പോലും പിടക്കുന്ന അവൾ അറിഞ്ഞു. കഴിയുന്നില്ല. പ്രിയയുടെ ഇഷ്ടമറിഞ്ഞപ്പോൾ ഒരു കുഞ്ഞു കുശുമ്പ് അവളോട് തോന്നിയിരുന്നു. അവൾക്കൊപ്പം നിൽക്കാൻ കരുതിയപ്പോഴും മനസ്സ് പൂർണ്ണമായ അവളുടെ തീരുമാനങ്ങളിൽ യോജിച്ചിരുന്നില്ല. എപ്പോഴൊക്കെയോ ഞാനും ആഗ്രഹിച്ചില്ലേ ഏട്ടൻ അവളെ സ്നേഹിക്കാൻ പാടില്ല എന്ന്. എന്നിട്ട് എന്തിനോ വേണ്ടി ഞാൻ അവിടെ ഒപ്പം നിന്നു. സ്വയം ഓരോന്ന് ആലോചിച്ചുകൊണ്ട് അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി. ഒന്നും അറിയാതെ വേദന മയങ്ങിയായിരുന്നു അവൻ ആ നേരം. ഓർക്കാൻ ആഗ്രഹിക്കാത്ത അധ്യായങ്ങൾ എനിക്ക് മുമ്പിൽ നിൽക്കുമ്പോഴും ജീവിക്കാൻ ആഗ്രഹം തോന്നിയത് ഏട്ടനൊപ്പം ആ വീട്ടിലെ സന്തോഷം കൊണ്ട് മാത്രമാണ്. ശരിയാണ്, ചില വേദനകൾ നമുക്ക് നൽകുന്നത് ഒരിക്കലും മറക്കാനാവാത്ത മറ്റൊരു സന്തോഷത്തിലേക്കുള്ള മുന്നൊരുക്കമായിട്ടാവും. കാർത്തികൻ എന്നോടുണ്ടായിരുന്ന വെറും കാമമായിരുന്നെങ്കിൽ ഏട്ടൻ എന്നോടുള്ളത് ഒരിക്കലും അളക്കാനാവാത്ത പ്രണയം തന്നെയാണ്. ഇപ്പൊ ആഗ്രഹിക്കുന്നുണ്ട് ഏട്ടനിലേക്ക് അടുക്കാൻ. പക്ഷെ ഇപ്പോഴും പലതും എന്നെ പിറകിലേക്ക് വലിക്കുന്നു. ഇനിയൊരു അപകടം ഞാൻ കാരണം ഏട്ടന് സംഭവിച്ചാൽ അതെനിക്ക് താങ്ങാൻ കഴിയില്ല. എൻ്റെ ഉള്ളിലെ മാറ്റം തിരിച്ചറിയാൻ ഞാൻ ഇത്രയും വൈകിപ്പോയിരിക്കാം. ഉള്ളുകൊണ്ട് മനസ്സിലായിട്ടും പ്രകടിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിപ്പോയി ഞാൻ. ദൈവനിശ്ചയം പോലെ ഒന്നിക്കാനൊരു വിധിയുണ്ടെങ്കിൽ ഏട്ടനെന്നും എൻ്റേത് മാത്രമായിരിക്കും. അവന് നോക്കി മെല്ലെ പറഞ്ഞുകൊണ്ട് അവൾ കണ്ണു തുടച്ചു. അവളുടെ ഉള്ളിൽ അവൻ ആദ്യമായി കണ്ട ദിവസം മുതലുള്ള ഓരോ കാര്യങ്ങളും കടന്നു വന്നുകൊണ്ടിരുന്നു. 6 മാസങ്ങളിൽ വിവാഹം നടക്കണം. 6 മാസമോ? കാർത്തിക് പറഞ്ഞു കേട്ട് ഗൗരിയും ശങ്കറും സന്ദീപും ഞെട്ടി. അതെ, 6 മാസം. അതിന്റെ വാശിയാ. അവളുടെ പിറന്നാൾ ഇനി 6 മാസം കൂടിയുണ്ട്. അതിനു മുമ്പ് അവൾ എന്റെ ഭാര്യയായിരിക്കണം. ഇത്രയും നാൾ എന്റെ കണ്ണുവെട്ടിച്ച് നടന്നതിന്, നമ്മളെ ഓരോരുത്തരെ അപമാനിച്ച് പോയതിന് ആ ദിവസം അവളോട് കണക്ക് ചോദിക്കണേ എനിക്ക്. എത്ര നാൾ അവളെ എന്റെ മുമ്പിൽ നിന്ന് മറക്കാനാവും? ഇന്നല്ലെങ്കിൽ നാളെ അവൾ എന്റെ ഭാര്യയാവും. വെറും എന്റെ ആഗ്രഹങ്ങൾക്ക് മാത്രമുള്ളവൾ. കാർത്തിക് ദേഷ്യത്തോടെ പറഞ്ഞു. എടാ, അതിന് അവളെ ഇപ്പൊ എഴുതുകൊണ്ടുവരാന്? കൊണ്ടുവരേണ്ട. അതിനുവേണ്ടി ആരും ഇനി അവളെ തേടി ഇറങ്ങുന്നില്ല. അവൾ വരും എന്നെ തേടി ഇവിടേക്ക്. അവളുടെ ജീവിതം അവൾ തന്നെ എനിക്ക് വേണ്ടി എന്റെ കാൽ കീഴിൽ വെക്കും. കാർത്തിക് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എങ്ങനെ? നീ എന്തായി ഉദ്ദേശിക്കുന്നത്? അത് തൽക്കാലം നിങ്ങൾ അറിയണ്ട. 3 മാസത്തിനുള്ളിൽ അവളും ഞാനായിട്ടുള്ള വിവാഹം നടന്നിരിക്കും. അന്ന് ആർക്കൊക്കെ മുമ്പിൽ വെച്ചാണോ നമ്മൾ അപമാനിതരായത്, അവരുടെ മുമ്പിൽ വെച്ച്, ഈ നാട്ടുകാരുടെ ഒക്കെ മുമ്പിൽ വെച്ച് അവളെ ഞാൻ താലി കെട്ടും. അന്നൊരിക്കൽ പന്തലിനേക്കാൾ വലിയൊരു പന്തലിലൂടെ ഉയരണം. അവളുടെ ജീവിതത്തിലെ സന്തോഷം അവസാനിക്കുന്ന ദിവസം എന്റെ ജീവിതത്തിലെ സന്തോഷം തുടങ്ങണം.
അതിനുവേണ്ടി എന്തൊക്കെ വേണോ അതൊക്കെ ചെയ്യണം. അതിന്റെ വാശിയാ. എടാ മോനെ, നീ പറയുന്ന പോലെ കേട്ടിട്ട് അവസാനം വീണ്ടും നാണകിടേണ്ടി വരുമോ? അവളെ കാരണം ഇനി എന്റെ ഉന്നം തെറ്റില്ല. വിവാഹത്തിന് വേണ്ട ഒരുക്കങ്ങൾ ഇപ്പോഴേ തുടങ്ങിക്കോ. തൽക്കാലം എനിക്ക് മറ്റു കല്യാണം മാത്രം ഇവിടെയുള്ള രണ്ടെണ്ണം അറിഞ്ഞാൽ മതി. അതുവരെ രണ്ടും കുറച്ച് സന്തോഷിച്ചോട്ടെ. ജാതകമൊക്കെ നോക്കേണ്ടേ ഇനി? അതിന്റെ ആവശ്യമൊന്നുമില്ല. മരണം വരെ കൂടെ പൊറപ്പിക്കാനെന്നല്ല അവളെ എനിക്ക്. നാട്ടുകാർക്ക് മുമ്പിൽ അവളെന്റെ ഭാര്യ ആയിരിക്കണം. അതിനുവേണ്ടി മാത്രം. നിനക്ക് അത്രയും വിശ്വാസം ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. ഇനിയൊരു അപമാനം താങ്ങേണ്ടി വരരുത്. ശങ്കർ അതും പറഞ്ഞ് അകത്തേക്ക് പോയി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.